ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ലളിതം സാഹസ്രകത്തിലേക്ക് ആദരവോടെ സ്വാഗതം. നമുക്ക് ഗീതാ ശ്ലോകത്തോടുകൂടെ ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായാ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ ഏകചത്വാരിംശഃ ശ്ലോകഃ. വ്യവസായാത്മികാ ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാ ഹ്യനന്ദാശ്ച ബുദ്ധയോ അവ്യവസായിനാം. അല്ലയോ അർജുന, സമചിത്തനായിട്ടുള്ള യോഗി തൻ്റെ ലക്ഷ്യത്തിൽ ഏകാഗ്രമനസ്കനാണ്. മറ്റൊന്നും അവനെ ശല്യപ്പെടുത്തുന്നില്ല. എന്നാൽ സമചിത്തരല്ലാത്തവരുടെ ബുദ്ധിയോ ഒന്നും നിശ്ചയിക്കുവാൻ കഴിയാതെ പല പല വിഷയങ്ങളിൽ അനന്തമായി വ്യാപാരിച്ചുകൊണ്ടേയിരിക്കും. നാമത്തിലേക്ക് വരാം. നാമം 485. അനാഹതാബ്ജ നിലയ. അക്ഷതമായ അബ്ജത്തിൽ നിലകൊണ്ടിട്ടുള്ള ശക്തിയെ അനാഹതാബ്ജ നിലയ എന്ന് വിശേഷിപ്പിക്കാം. അനാഹത എന്നാൽ ഹതമാകാത്തത്, അവികലമായിട്ടുള്ളത്, ഊനമില്ലാത്തത്, പെരുകാത്തത് എന്നീ അർത്ഥങ്ങൾ. അബ്ജ എന്നാലോ ശംഖ്, ജലം, ചന്ദ്രൻ, 100 കോടി, ജലത്തിൽ ജാതമായിട്ടുള്ള എന്തും അബ്ജയാണ്. പിന്നെ താമര, കട്ടിപ്പുറന്തോട് എന്നൊക്കെ അർത്ഥം. കട്ടിപ്പുറന്തൂട് എന്നുള്ള അർത്ഥത്തിലൂടെ ഗമിച്ചാലോ, കട്ടിപ്പുറന്തൂടിനകത്ത് അനാഹതമായി നിലകൊള്ളുന്ന പ്രഭാവമാണ്. അതെന്താണ്? നമ്മുടെ ഹൃദയം തന്നെയാണ്. വാരിയേലിൻ്റെ കവചത്തിൽ സുരക്ഷിതമാണ് ഒരു ഹൃദയം. ഈ നാമം മുതൽ 494 നാമം വരെ ഹൃദയസ്ഥിതമായിട്ടുള്ള അനാഹത ചക്രത്തെയാണ് വിവരിക്കുന്നത്. കഴിഞ്ഞ 10 നാമങ്ങളിൽ നാം സപ്തധാതുക്കളിലൊന്നായ രസത്തെയാണ് വിവരിച്ചത്, അല്ലേ? ഇനി വരുന്ന 10 നാമങ്ങൾ രക്തധാതുവിനെയാണ് പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്തത്തെ അടിച്ചു കയറ്റുന്ന ഹൃദയത്തെ വിഭാവനം ചെയ്തുകൊണ്ടാണ് നാമപ്രയാണം ആരംഭിക്കുന്നത്. വിശുദ്ധിയാലാണ് അത് ഊനം കൂടാതെ നിലനിൽക്കുന്നത് എന്നനുമാനിക്കണം. വൈദിക ഭാഷയിൽ 12 ഇതളുകളുള്ള ഒരു താമരപ്പൂവിൻ്റെ സങ്കല്പമാണ് അനാഹതത്തിനുള്ളത്. ഷഡാധാരങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും 4ാം സ്ഥാനീയനുമാണ് അനാഹത ചക്രം. ഹൃദയദേശത്താണ് ധൂമ്രവർണ്ണത്തിലുള്ള ഈ താമരപ്പൂവിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. വായുതത്വമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ യം എന്ന ബീജാക്ഷരമാണ് അനാഹതത്തിനുള്ളത്. യോഗ സാധനയിലൊക്കെ ഏറെ പ്രാധാന്യമുള്ളതാണ് അനാഹത ചക്രം. അനാഹതത്തിലെത്തുമ്പോൾ വസ്തുക്കളുടെ ഘർഷണമില്ലാതെ തന്നെ സാധകന്മാർക്ക് സ്വരം ശ്രവിക്കുവാൻ ആവും എന്നാണ് പറയപ്പെടുന്നത്. അനാഹതത്തിൽ നിന്ന് നിർഗമിക്കുന്ന സ്വരം ഊമ എന്നാണ്. അതായത് പരാശക്തിയുടെ വാസമാണ് എന്ന അർത്ഥത്തിലൂടെ. ഹൃദയമാണല്ലോ നമ്മുടെ ശക്തികൾക്കെല്ലാം ആധാരമായിട്ട് വരുന്നത്. കൂടുതൽ ഉമ എന്ന നാമത്തിൽ വിസ്തരിക്കാം. ഇവയെ അക്ഷരവർഗ്ഗങ്ങളിൽ കേന്ദ്രീകരിക്കുമ്പോഴോ വ്യഞ്ജനാക്ഷരങ്ങളാണ് വരുന്നത്. ക മുതൽ ഠ വരെയുള്ള 12 അക്ഷരങ്ങളുടെ വിന്യാസമായിട്ട് ഈ നാമത്തിനെ കണക്കാക്കുന്നു. അവിടെ ഖരം, അതിഖരം, മൃദു, ഘോഷം എന്നിങ്ങനെയാണ് വിന്യാസം. അനുനാസിക ശബ്ദങ്ങളായിട്ടുള്ള ങ, ഞ, ണ എന്നിവയെ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുവായിട്ട് ക മുതൽ ഠ വരെയുള്ള 12 അക്ഷരങ്ങളുടെ ഒരു കണക്കുമുണ്ട്. കാഠക മഹർഷിയാണ് അനാഹത സാധനയാൽ ആദ്യമായിട്ട് സിദ്ധി വരുത്തിയത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ക മുതൽ ഠ വരെയുള്ള അക്ഷരങ്ങൾക്ക് പ്രാധാന്യം വന്നത്. ഇദ്ദേഹമാണ് കഠോപനിഷത്തിൻ്റെ ഉപജ്ഞാതാവ്. മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട നചികേതസ്സാണ് ഇതിൻ്റെ പ്രതീകം. അന്നേരം ഒരിക്കലും ഹതമാകാതെ നിലകൊള്ളുന്നത് അക്ഷരജ്ഞാനം തന്നെയാണ് എന്ന് നിരൂപിക്കണം. അക്ഷരത്തിൻ്റെ പുറന്തൂടിനകത്ത് നിലയം കൊണ്ട വ്യക്തിയെ ഹതമാക്കുവാൻ തക്കതായിട്ടുള്ള ഒരായുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഇനിയൊട്ട് കണ്ടെത്തപ്പെടാനും പോകുന്നില്ല. പിന്നെ കൊടുക്കാവുന്ന വ്യാഖ്യാനം ഹതമാക്കപ്പെടുവാനാകാത്ത അബ്ജത്തിൽ നിലയുറപ്പിച്ചവൾ എന്നാണ്. എന്ന് പറയുമ്പോൾ അക്ഷതമായിട്ടുള്ള ജലത്തിനുള്ളിൽ വിശ്രമിക്കുന്നവൾ എന്നാവാം. ശരീരത്തിൻ്റെ 60% മുകളിൽ ജലമാണ്. കൂടാതെ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമായിട്ടുള്ള ഭൂമിയുടെ 70% മുകളിലും ജലമാണ്. ഈ ജലമുള്ളത് കൊണ്ട് സൗരയൂഥത്തിലൂടെ നോക്കുമ്പോൾ ഭൂമി നീലയായിട്ടാണ് അത്രയും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ഭൂമിക്ക് നീലഗ്രഹം എന്നൊരു അപരനാമം വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഭൂമിയിലും മനുഷ്യ ശരീരത്തിലും ഒന്നുപോലെ വാസം കൊണ്ട ശക്തിയാണ് അനാഹതമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ അത് ബ്രഹ്മചൈതന്യം തന്നെയായി തീർന്നു. നാം അവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത ഊനമില്ലാത്ത ഹൃദയമായിരിക്കണം. അത് കൊടുക്കുന്ന സംസാരത്തിലും വാങ്ങുന്ന സംസാരത്തിലും നമുക്ക് കിട്ടും. നമസ്കാര ശബ്ദം. ഓം അനാഹതാബ്ജ നിലയായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ